ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ പരിപ്പ് കറി റെസിപ്പിയാണ്. അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് ഇതൊക്കെ. 150 ഗ്രാം പരിപ്പ് എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും ചീന്തി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങ ചപ്പും കൂടി കൊന്തൊക്കെ പൊക്കി കഴുകി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത 3 ഐറ്റംസും പരിപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇതിലോട്ട് ഇനി കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പരിപ്പ് നല്ലോണം കുക്കായി കിട്ടണം, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റായി ഇത് അടച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പ് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മൂടി എടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പരിപ്പ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പരിപ്പ് കറിയിലോട്ട് ഇനി നേരത്തെ എടുത്തു വെച്ച മുരിങ്ങ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് മുരിങ്ങ ഇലയൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഇനി 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലോട്ട് 1/2 സ്പൂൺ കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് മുരിങ്ങ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങ ഇല ആഡ് ചെയ്യാം. മുരിങ്ങ ഇല നല്ലോണം കഴുകി ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്താണ്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുരിങ്ങ ഇല ഒന്ന് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പരിപ്പ് കറി ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് കറി എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. ബൈ.